സിന്ധു നദീ ജല കരാർ റദ്ദാക്കി എന്നുള്ളത് തന്നെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത്. നല്ലല്ലോ അന്ന് നീ എന്നെ വിളിച്ചത്. ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കും എന്നൊരു കാര്യം കൂടി കേൾക്കുകയാണ്. അപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണത്. അപ്പോൾ കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോവുക എന്നത് എത്രത്തോളം ആശാസ്യമാണ്? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ഈ നേരത്തെ പല യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും ഈ പറഞ്ഞ 71-ലും 99-ലും ഒന്നും ഈ കരാർ തൊട്ടിട്ടില്ല എന്നുള്ളതാണ്. ഉറിയിൽ ആക്രമണം നടന്നപ്പോൾ, പുൽവാമ ആക്രമണത്തിൻ്റെ സമയത്തൊന്നും ആ തീരുമാനത്തിലേക്ക് പോകാതിരുന്നത് പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ കരുതി തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ കരാർ പോലും നോക്കൂ, 1960-ൽ ഒരുപാട് തർക്കം ഈ നദീ ജലം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു കരാറിലേക്ക് പോകുന്നത്, ലോകബാങ്കിൻ്റെ മാധ്യസ്ഥത്തിൽ പോകുന്നതെന്ന് നെഹ്റു ആണ് പ്രധാനമന്ത്രി. അവിടെ പാകിസ്ഥാനിൽ മാർഷൽ അയൂബ് ഖാനാണ്. അപ്പോൾ അങ്ങനെ ഒരു കരാറിലേക്ക് ഒപ്പുവെക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു നിലപാട് മനുഷ്യത്വപരമായ ജലകരാർ എന്നുള്ളതായിരുന്നു. ആ ജലകരാർ അങ്ങനെയാണ് എന്ന് പറയാൻ കാരണം, ഈ സിന്ധു നദി എന്ന് പറയുമ്പോൾ സിന്ധു ചെനാബ് ജലം ഇതിൻ്റെ നിയന്ത്രണം യഥാർത്ഥത്തിൽ ഇന്ത്യക്കായിരുന്നു. ആ വെള്ളത്തിൽ വാർഷിക ഒഴുക്ക് എന്ന് പറയുന്നത് 99 ബില്യൺ ഘനമീറ്ററാണ്. അതിൻ്റെ 20% മാത്രം നമ്മളെടുത്താൽ മതി, ബാക്കി 80% അവർക്ക് കൊടുക്കുകയാണ്. ആ രൂപത്തിലാണ് ആ കരാർ ഉണ്ടായിരുന്നത്. അത്രത്തോളം മനുഷ്യത്വപരമായ വിശാല വീക്ഷണത്തോടെ നല്ല അയൽക്കാരാകുമെന്ന പ്രതീക്ഷയിൽ ഉണ്ടാക്കിയ കരാറാണ്. ആ കരാർ ഒരു കാലത്തും തൊടണ്ട എന്നൊരു തീരുമാനം രാജ്യത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പല യുദ്ധ സാഹചര്യം ഉണ്ടായിട്ടും 2021-ൽ നമ്മളിവിടെ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം എത്ര തവണ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഇങ്ങോട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും തന്നെ ഈ കരാറിനെ തൊട്ടിട്ടില്ല. പക്ഷേ ഇത് നെറുകൻ തലയ്ക്കടിക്കുക എന്ന് പറയും, നെറുകിലടിക്കുക എന്ന് പറയും. ആ രൂപത്തിലുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യക്ക് പോകാൻ നമ്മളെ ആ രൂപത്തിലേക്ക് സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്നുള്ളതാണ്. അതിലൊരു സാഹചര്യം അവർ തന്നെ സൃഷ്ടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടത് കിട്ടിയാൽ അല്ല മോളെ ഇജ്ജ് ശരിയാവും. ഈ ഘട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയ ഡാം നിർമ്മിക്കാം, വെള്ളം അങ്ങോട്ട് പോകാതിരിക്കാം, പുതിയ ഡാം നിർമ്മിക്കാം. അതിപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യമല്ലാത്തതുകൊണ്ട് അങ്ങനെ പോകില്ലായിരിക്കും. പക്ഷേ ഡാം സംഭരണ ശേഷി ഉയർത്തുന്ന തീരുമാനത്തിലേക്ക് പോകുന്നു. അങ്ങനെ കുടിവെള്ളം മുട്ടുന്ന ഒരു സാഹചര്യം പാകിസ്ഥാൻ ഉണ്ടാകുന്നു. അവിടെ ഇപ്പോൾ കാർഷിക വൃത്തിക്കൊക്കെ ഇവിടെ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെയാണ്. കാരണം 80% ജലമാണ് അങ്ങോട്ട് കിട്ടുന്നത്. വിവിധ നദികളിൽ നിന്ന് ഒഴിച്ചെല്ലുന്ന വെള്ളമാണ് അവിടേക്ക് എത്തുന്നത്. അത് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ദരിദ്ര രാഷ്ട്രമായി മാറിയിരിക്കുന്നു. അവിടെ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ട്. ജനങ്ങളെ സംബന്ധിച്ച് നല്ല ബുദ്ധിമുട്ടുള്ള സാഹചര്യം, അവർ കൃഷി പോലും നശിക്കുന്ന അവസ്ഥയിലേക്ക് അവിടുത്തെ സർക്കാർ അതിലൊരു സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നുള്ളതായിരിക്കും അവിടുത്തെ ജനങ്ങൾക്കും ബോധ്യമാവുക. ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ ജനവിരുദ്ധമാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പ്ലോട്ട്. അതെ, അതാണ് ഇൻസർജന്റ് ഗ്രൂപ്പുകളാണ് അത് ചെയ്യുന്നത് അവിടെ. അതായത് ഈ സർക്കാരുണ്ടല്ലോ, ഈ ഷഹബാസ് ഷെരീഫിന്റെ സർക്കാരിനോടുള്ള ഈ ഭീകരവാദ വിഭാഗങ്ങളുടെ ഒരു എതിർപ്പുണ്ട്. ആ എതിർപ്പ് വെച്ചിട്ടാണ് അവർ ഈ പ്ലോട്ട് ആസൂത്രണം ചെയ്യുന്നത്. ഈ പ്ലോട്ട് ആസൂത്രണം ചെയ്യുമ്പോൾ വലിയൊരു സ്ട്രൈക്ക് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും ഈ കുടിവെള്ളം അടക്കമുള്ള പ്രശ്നം, ഇലക്ട്രിസിറ്റി അടക്കമുള്ള പ്രശ്നം, കൃഷിക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥ, അവരുടെ കൃഷി നശിക്കുന്ന അവസ്ഥ, സ്വാഭാവികമായിട്ടും ദ ഗവൺമെന്റ് വിൽ ബിക്കം അൺപോപ്പുലർ. അങ്ങനെ അൺപോപ്പുലർ ആക്കി ഡീത്രോൺ ചെയ്യുക എന്നുള്ളതാണ് ഈ പ്ലോട്ട് എന്ന് പറയുന്നത്. ശരി, ഷഹബാസ് ഷെരീഫിന് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു ആഭിമുഖ്യമൊക്കെ ഉള്ള പ്രധാനമന്ത്രിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ സൈനിക മേധാവിയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. സൈനിക മേധാവി ഈ തരത്തിൽ അവിടെ ഒരു അധികാരം പിടിച്ചെടുക്കുക. യഥാർത്ഥത്തിൽ റാവൽപിണ്ടിയാണ് ഭരിക്കുന്നത്. ഭരണമേ ഇല്ല. പവർ സെന്റർ ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ ഈ പറയുന്ന ജനറൽ അസീം മുനീറിന്റെ കയ്യിൽ തന്നെയാണ് പാകിസ്ഥാൻ ഉള്ളത്. മരണഭയമല്ല തോന്നുന്നത്, തിരിച്ചടിക്കാനുള്ള ആത്മവീര്യവും ലക്ഷ്യം പിടിച്ചെടുക്കാനുള്ള ആവേശവുമാണ്. അതിനിടയിലാണ് നമ്മുടെ അവസാനമെങ്കിൽ സൈനിക ബ്യൂകളിൽ നിന്ന് ആലപിക്കുന്ന ലാസ്റ്റ് പോസ്റ്റും ഗൺ സല്യൂട്ടും ഏറ്റുവാങ്ങി ഈ നാടിനോട് വിട പറയുന്നതിൽ നമ്മൾ അഭിമാനിക്കുന്നു. പാകിസ്ഥാൻ്റെ ഈ ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗം ചേർന്നതിന് ശേഷം അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയാമോ? അവർ പറഞ്ഞത് എനി അറ്റംപ്റ്റ് ടു സ്റ്റോപ്പ് ഓർ ഡൈവേർട്ട് ദ ഫ്ലോ ഓഫ് വാട്ടർ ബിലോങ്ങിങ് ടു പാകിസ്ഥാൻ will be considered as an act of war and responded with full force എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഏതെങ്കിലും തരത്തിൽ സിന്ധു നദീജലം തടയാനായിട്ട് ഇന്ത്യ തീരുമാനിച്ചാൽ അതിനെ ഒരു ആക്ട് ഓഫ് വാർ ആയിട്ട് കാണും എന്നാണ് പാകിസ്ഥാൻ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത്. വാർ എന്ന ആ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് യുദ്ധം തന്നെയായിട്ടാണ് ഇതിനെ ഞങ്ങൾ കണക്കാക്കാൻ പോകുന്നത് എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. പിരിഞ്ഞ മുറിച്ചില്ലെങ്കിൽ സോമൻ കാക്കി ഒരു നിനക്ക് ക്ഷവരം ചെയ്യും. ഉറപ്പിക്കാമോ? എന്നാ തോമം മുടിയൊന്ന് നീട്ടി വളർത്തും.
SI സോമൻപിള്ളയ്ക്ക് ചരക്കാൻ. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ അങ്ങനെ പറയുന്നത്? പ്രശ്നം എന്താണെന്നറിയാവോ? ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കും പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ സിന്ധു നദിയിൽ നിന്നുള്ള ജലം കിട്ടാതെയായാൽ. കാരണം എന്താ? പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയാണ്. ആ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ ഊന്നിയാണ് പാകിസ്ഥാൻ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പഞ്ചാബ് സിന്ധു പ്രവിശ്യ എന്ന് പറയുന്നത് വലിയ കാർഷിക ഗ്രാമങ്ങളുള്ള സ്ഥലമാണ്. അവിടേക്കാണ് ഈ സിന്ധു നദിയിൽ നിന്നുള്ള ജലം എത്തുന്നത്. അപ്പം ആ ജലം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നത്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജലം അങ്ങോട്ടേക്ക് എത്താതെ ഇരുന്നാൽ വലിയ ഭക്ഷ്യക്ഷാമത്തിലേക്കാണ് ആ രാജ്യം പോവുക. അത് ആ രാജ്യത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ കാർഷിക സമ്പദ് വ്യവസ്ഥയാണ് പാകിസ്ഥാൻ്റെ എന്ന്. സ്വാഭാവികമായിട്ടും കാർഷികോൽപ്പന്നങ്ങളാണ് അവരുടെ വ്യാപാരം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടുള്ള വ്യാപാര ഉൽപ്പന്നം എന്ന് പറയുന്നത് ഈ കാർഷികോൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് അവരുടെ അന്താരാഷ്ട്ര വ്യാപാരത്തെ അത് ബാധിക്കും. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റിയെയും കുടിവെള്ളത്തെയും ഒക്കെ ബാധിക്കും. നോക്കൂ, ഒരു രാജ്യം ഒരു പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന പാകിസ്ഥാൻ വലിയ അപകടത്തിലായിരിക്കുന്നു എന്നുള്ളത്. നമ്മൾ 1965 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായി. അന്ന് നമ്മൾ ഈ പറയുന്ന നദീജല കരാർ മരവിപ്പിച്ചിട്ടില്ല. 1971 യുദ്ധമുണ്ടായി, 1999 യുദ്ധമുണ്ടായി. ഈ 3 സമയത്തും നമ്മൾ നദീജല കരാർ നിർത്തലാക്കി വെച്ചിട്ടില്ല. അതുപോലെ തന്നെ പല സമയങ്ങളിൽ ഭീകരാക്രമണങ്ങളുണ്ടായി. എന്തിനേറെ പറയുന്നു, 2001 ഇന്ത്യയുടെ പാർലമെന്റ് ആക്രമിച്ചു. എന്നിട്ട് പോലും നമ്മൾ ആ രീതിയിലൊരു തീരുമാനം എടുത്തിട്ടില്ല, ഈ നദീജല കരാർ മരവിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം ഇന്ത്യൻ സർക്കാർ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്ക്. ഇപ്പോൾ അതിർത്തിയിൽ നിന്ന് സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആൾനാശം ഉണ്ടാകും എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഈ പറയുന്ന സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നത് വഴി, ആ ജലം കിട്ടാതിരിക്കുന്നത് വഴി പാകിസ്ഥാൻ അനുഭവിക്കാൻ പോകുന്നത്. കുറെ കൂടെ നെഞ്ചുറപ്പുള്ള ആരെങ്കിലും കിട്ടുമെങ്കിൽ വിളിച്ചു കൂടെ നിർത്ത്. ജഗന്നാഥന് നേർക്ക് നേരെ നിന്ന് തല്ലുന്ന ആണുങ്ങളോടാ ഇഷ്ടം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനിയുടെ മൂർച്ച. എത്രയാണെന്നറിയാവോ അന്താരാഷ്ട്ര കടം പാകിസ്ഥാന്റെ? 28 ലക്ഷം കോടി രൂപയാണ്. 28 ലക്ഷം കോടി രൂപ കടമുള്ളൊരു രാഷ്ട്രമാണത്. അതായത് GDP-യുടെ 83% എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കടമാണ്. അങ്ങനെ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ആ രാജ്യത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. ഇതെല്ലാത്തിനും അപ്പുറം ഇത്തരത്തിലൊരു സമ്പദ് വ്യവസ്ഥയാണ് പാകിസ്ഥാൻ്റെത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഈ പറയുന്ന സിന്ധു നദീ ജല കരാർ മരവിപ്പിക്കുന്നത് വഴി അങ്ങോട്ടേക്ക് ജലം കൊടുക്കാതിരിക്കുമ്പോൾ അതിനപ്പുറത്തൊരു സർജിക്കൽ സ്ട്രൈക്ക് ഇല്ല. യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് പാകിസ്ഥാൻ പറയുന്നത് ഇതിനെ ഞങ്ങളൊരു ആക്ട് ഓഫ് വാർ ആയിട്ട് കാണുമെന്നുള്ളത്. എന്ന് മാത്രവുമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ രാജ്യം എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള ആഭ്യന്തര പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് സാമ്പത്തികം മാത്രമല്ല. ഇപ്പം നമുക്കറിയാമല്ലോ ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ബലൂചിസ്ഥാനിൽ കഴിഞ്ഞ മാസമാണ് അവിടുത്തെ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന വിഘടനവാദികൾ ജഫാർ എക്സ്പ്രസ് തട്ടിക്കൊണ്ടുപോയത്. ജഫാർ എക്സ്പ്രസ് തട്ടിക്കൊണ്ടുപോയിട്ട് 60 പേരാണ് അവിടെ മരിച്ചത്. ഈ ബലൂചിസ്ഥാൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? പാകിസ്ഥാൻ്റെ ടോട്ടൽ ടെറിട്ടറിയുടെ 44% എന്ന് പറയുന്നത് ബലൂചിസ്ഥാനാണ്. 44% ഏരിയ എന്ന് പറയുന്നത് ബലൂചിസ്ഥാൻ. അപ്പോൾ അവിടെ വലിയ വിഘടനവാദം നടക്കുകയാണ്. ആ ബലൂചിസ്ഥാൻ വിട്ടുപോയാലെന്ന അവസ്ഥയാണെന്നറിയാമോ? പാകിസ്ഥാൻ പകുതിയാകും. അതായത് 50% പോലും ഇല്ലാതാവും പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അവിടെയാണ് ക്യാൻഡിൽസ് കത്തിച്ചുകൊണ്ട് ഈ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടുള്ള പ്രകടനം നടന്നിരിക്കുന്നത്. അപ്പോൾ ബലൂചിസ്ഥാൻ ഒരു വലിയ വെല്ലുവിളിയായി നടക്കുന്നു എന്ന് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ഇതേ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്താ ചെയ്തെന്നറിയാവോ? ഒരു വലിയ ബസ് തട്ടിക്കൊണ്ടുപോയി. ആ ബസ്സിൽ ആരാ സഞ്ചരിച്ചതെന്നറിയാവോ? സെക്യൂരിറ്റി പേഴ്സണൽസ് ആണ്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പോലും സുരക്ഷയില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ വെല്ലുവിളിയല്ല ആഭ്യന്തരമായി പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം, പാകിസ്ഥാൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം ഈ ജഫാർ എക്സ്പ്രസിൻ്റെ തട്ടിക്കൊണ്ടുപോലുണ്ടല്ലോ, അവരുടെ മുഖം നഷ്ടപ്പെട്ടു. അവരുടെ മുഖം നഷ്ടപ്പെടുത്തിയ ഒരു സംഭവമായി പോയി. എന്ന് മാത്രമല്ല, ആ ത്രെട്ട് എന്ന് പറയുന്നത് ഒരേ സമയം ഇസ്ലാമാബാദിലെ ഭരണകൂടത്തിനെതിരെയും അതുപോലെ തന്നെ അവിടുത്തെ ആർമിക്കെതിരായിട്ടുമായിട്ടുള്ള ത്രെട്ടാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന ജനറൽ അസീം അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ടല്ലോ, ഈ അസീം മുനീറിൻ്റെ പ്രസംഗത്തിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. നോക്കൂ, ഇന്ത്യ അതിൻ്റെ മുഴുവൻ സൈന്യത്തെയും ഉപയോഗിച്ച് ശ്രമിച്ചിട്ടും പാകിസ്ഥാനെ ഇൻറ്റിമിഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഈ ടെററിസ്റ്റുകൾ, ഈ ഭീകരവാദികൾ നമ്മളുടെ ഡെസ്റ്റിനിയെ കയ്യിലെടുക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ആ പ്രസംഗം ആരെ ഉന്നമിച്ചുകൊണ്ടായിരുന്നു? ഈ പറയുന്ന ഭീകരവാദികളെ ഉന്നമിച്ചുകൊണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊരു പ്രവിശ്യയാണ്, പാകിസ്ഥാന്റെ 4ാമത്തെ പ്രവിശ്യയാണ് ഈ ഖൈബർ പങ്ക്തുവ എന്ന് പറയുന്ന സ്ഥലം. ഈ ഖൈബർ പങ്ക്തുവയുടെ പ്രത്യേകത എന്താണെന്നറിയാവോ? അത് അഫ്ഗാനിസ്ഥാനുമായി ബോർഡർ ചെയ്യുന്ന ഒരു പ്രദേശമാണ്. അവിടെ ആരാണെന്നറിയോ അധികാരത്തിലിരിക്കുന്ന? അധികാരം എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തിന്റെ സാമൂഹിക അധികാരം ആരുടെ കയ്യിലാണെന്നറിയാവോ? പാകിസ്ഥാൻ താലിബാൻ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗത്തിന്റെ കയ്യിലാണ്. അവർ അഫ്ഗാൻ താലിബാനുമായി കൈകോർത്ത് നിൽക്കുന്ന ഒരു വിഭാഗമാണ്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ഒരു വർഷം 1600 പേരാണ് പാകിസ്ഥാനിലെ സാധാരണക്കാരായ മനുഷ്യർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു രാജ്യത്ത് ഒരു വർഷം 1600 സിവിലിയൻസ്, സാധാരണക്കാരായിട്ടുള്ള 1600 പേര്, സാധാരണക്കാരല്ല, അതിനകത്തൊരു കണക്കുണ്ട്, 1600 പേര് കൊല്ലപ്പെട്ടു. അതിൽ 700 പേര് സുരക്ഷാ ഉദ്യോഗസ്ഥരാ. ക്ഷമയുടെയും സഹനത്തിന്റെയും മാർഗം അവസാന നിമിഷം വരെ കൈവടിയാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. പക്ഷേ നിന്നെപ്പോലുള്ള ലോക പൊലയാടിമോമാരെ ഉദ്ദേശിച്ചാണ് പണ്ട് അങ്ങേര് പറഞ്ഞത്.
വാളെടുത്തവൻ വാളാൽ.